പാലക്കാട് നിന്ന് നമ്മളോടൊപ്പം VS ഗോകുൽ തുടരുന്നുണ്ട്. ഗോകുൽ, കഴിഞ്ഞ തവണ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് VK ശ്രീകണ്ഠൻ പാലക്കാട് നിന്ന് പാർലമെന്റിലേക്ക് പോയത്. ആരെ അട്ടിമറിച്ച് എന്നുള്ളതൊരു ചോദ്യമാണ് അല്ലെ. ഒരു ലോക്സഭാ പ്രതിനിധി എന്ന നിലയിൽ, ഒരു MP എന്ന നിലയിൽ കേരളത്തിന്റെ മൊത്തം ഒരു പിന്തുണയുണ്ടായിരുന്നു. MP രാജേഷ് എന്ന CPM-ന്റെ ഏറ്റവും കരുത്തനായ നേതാവിനെ അട്ടിമറിച്ചുകൊണ്ട് VK ശ്രീകണ്ഠൻ പാർലമെന്റിലേക്ക് ഒരു പോക്ക് പോയി. 12 മണിയാകുമ്പോൾ ഞാൻ ജയിച്ചിരിക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ VK ശ്രീകണ്ഠന്റെ ആത്മവിശ്വാസം. നടന്ന് കിലോമീറ്ററുകൾ നടന്ന് ശ്രീകണ്ഠൻ പാർലമെന്റിലേക്ക് പോയി. എന്താകും ഇത്തവണത്തെ പാലക്കാടൻ ചൂട്? ക്ഷമിക്കണം, തെറ്റിപ്പോയി. പാലക്കാടൻ ചൂട് എന്താവും ഇത്തവണത്തെ പാലക്കാടൻ ചൂട്? പാലക്കാട്ടെ പേമാരി, പാലക്കാട്ടെ കാറ്റ്, ചുരം കടന്നു പോകുന്ന കാറ്റ് ഡൽഹിയിലേക്ക് ആർക്കൊപ്പമാകും? കഴിഞ്ഞ തവണത്തെ ഈ ഒരു റിസൾട്ട് തന്നെയാണ് ഇത്തവണത്തെ മത്സരത്തെ അപ്രവചനീയം എന്ന് നമ്മളൊക്കെ ഓരോ ലൈവിലും ഓരോ തവണയും എടുത്തെടുത്ത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തവണ MP രാജേഷ് അത്രയധികം കേരളത്തിന്റെ പിന്തുണയുണ്ടായിരുന്ന ഒരു വ്യക്തിയെ തറ പറ്റിച്ചുകൊണ്ട് 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശ്രീകണ്ഠൻ രതീഷ് പറഞ്ഞതുപോലെ തന്നെ നടന്ന് പാർലമെന്റിലേക്ക് എത്തിയത്. ഇത്തവണ വിജയരാഘവൻ അതുകൊണ്ട് തന്നെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ തന്നെ CPM കളത്തിലിറക്കി തിരിച്ച് ഈ മണ്ഡലം പിടിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ആർക്ക് അനുകൂലമെന്ന് ഒറ്റ വാക്കിൽ ഒരിക്കലും പറയാൻ കഴിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇരു മുന്നണികളിൽ LDF ആയാലും UDF ആയാലും ഏകദേശം ഒരു 30,000 വോട്ടിന്റെ മാർജിൻ ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് കരുതുന്നത്. ഇരു മുന്നണികളും അത്ര തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. BJPക്കും ഈ ഒരു മണ്ഡലത്തിൽ ചെറുതല്ലാത്ത പ്രതീക്ഷകളുണ്ട്. 1,00,000-ലധികം വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം BJPക്ക് ഉണ്ട്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ 3,00,000-നോ 3,40,000-നോ അടുത്ത് വോട്ട് BJP പിടിക്കുകയാണെങ്കിൽ അത് BJPയുടെ ഒരു വിജയം. അതിനപ്പുറത്തേക്ക് ഈ ഒരു മണ്ഡലത്തിൽ ആര് വിജയിക്കണമെന്നുള്ള ഒരു ഫാക്ടർ BJP ആകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മണ്ഡലത്തെ ഏറ്റവും അപ്രവചനീയം എന്നുള്ളത് പറയുന്നത്. ഇപ്പോൾ കൂടുതൽ പോളിംഗ് ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നു. അവരെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം കയറ്റിവിടുന്നു. ഏകദേശം 6 മണിക്ക് ശേഷം സ്ട്രോങ് റൂം തുറക്കും. പിന്നീട് ഏകദേശം 8 മണിയോടടുപ്പിച്ച് നമുക്ക് ആദ്യ ഫലസൂചനകൾ 7:30 അടുപ്പിച്ച് വരും. അതിനുശേഷവും നമുക്ക് എണ്ണുന്ന ഓരോ റൗണ്ടുകളും ഇവിടെ സസ്പെൻസ് നിറഞ്ഞിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായിരിക്കും അവസാനം വോട്ടും എണ്ണി കഴിയാതെ ഒരു കാരണവശാലും നമുക്കൊരു പ്രവചനം സാധ്യമാവുകയില്ല. കാരണം ഒരുപക്ഷെ പട്ടാമ്പി, മണ്ണാർക്കാട് മേഖലകളിലൊക്കെ ശ്രീകണ്ഠൻ ലീഡ് ചെയ്യും. മലമ്പുഴ മറ്റ് മേഖലകളിലൊക്കെ LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ LDF ലീഡ് ചെയ്യും. നമുക്ക് എങ്ങനെ ഇത് മറിയും എന്നുള്ളത് പ്രവചനാതീതമാണ്. അത് എണ്ണിത്തീരുന്നതുവരെ ആര് വിജയിക്കും എന്നുള്ളത് പറയുക അസാധ്യമാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാലക്കാട് മണ്ഡലവും അതോടൊപ്പം തന്നെ ആലത്തൂരിന്റെ കൗണ്ടിംഗ് സ്റ്റേഷനും അടുത്തടുത്താണുള്ളത്. ആലത്തൂരിൽ അരുൺ ശങ്കർ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. അരുൺ ശങ്കർ ഈ ആലത്തൂരിന്റെ കാര്യങ്ങൾ നോക്കുന്ന, കൗണ്ടിംഗ് നോക്കുന്ന അരുൺ ശങ്കറാണ്. അരുൺ, എന്താണ് ആലത്തൂരിലെ ഒരു സാഹചര്യം കൂടി എന്താണ്? തീർച്ചയായിട്ടും 2 മണ്ഡലങ്ങളിലെയും കൗണ്ടിംഗ് ഒരു സ്ഥലത്താണ് നടക്കുന്നത്. 2 മണ്ഡലത്തിലും ഒരുപോലെ ഒരു ആവേശവും അപ്രവചനീയതയും ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കേരള രാഷ്ട്രീയത്തിലും CPM-നെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കാരണം 2 മണ്ഡലവും CPM നിലനിർത്തിക്കൊണ്ടുവന്നിരുന്ന മണ്ഡലമായിരുന്നു. കഴിഞ്ഞ വർഷമാണ് അത് UDF പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി അത് ആരുടെ കയ്യിൽ ഇരിക്കും എന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിലും നിർണായകമാകും. 2 മണ്ഡലത്തിലും CPM തോക്കുകയാണ്. മന്ത്രി കളത്തിലിറങ്ങുന്ന മണ്ഡലം എന്നുള്ള ഒരു പ്രത്യേകത കൂടിയാണ്. തീർച്ചയായിട്ടും ഒരു അതോടൊപ്പം മന്ത്രി കളത്തിലിറങ്ങുന്നു. അതോടൊപ്പം തന്നെ CPM-ന്റെ PB അംഗം കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആലത്തൂരിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. പ്രധാനമായും CPM-നെ സംബന്ധിച്ച്. കാരണം മന്ത്രി തോൽക്കുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രത്തിൽ CPM തോൽക്കുകയാണെങ്കിൽ അത് എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിയെ ബാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും ആര് ജയിക്കും എന്നുള്ളത് ഇപ്പോഴും പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ആവേശം ഈ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും നിലനിൽക്കുന്നുണ്ട്. രമ്യ ഹരിദാസിന്റെ ഒരു ആവേശമാണ് അവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ സൗമ്യതയാണ് രാധാകൃഷ്ണന്റെ മുഖമുദ്ര. അപ്പോൾ ഇതിൽ ആരുടെ സമീപനമായിരിക്കും വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത് ഓരോ വോട്ടും എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും ആര് ജയിച്ചാലും അത് സംസ്ഥാന രാഷ്ട്രീയത്തിലും വളരെ നിർണായകമായിട്ടുള്ള ഒരു ഫലമായിരിക്കും ഉണ്ടാവുക. അരുണുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മണ്ണാർക്കാട് ലീഗിന്റേത്, പാലക്കാട് ഷാഫി പറമ്പിലെ പാലക്കാട്. ഇത് ഒഴിച്ചു നിർത്തിയാൽ മുഴുവനും ഇടത്താണ്. 7-ൽ 5 ഇടത്താണ്. ആലത്തൂർ പിന്നെ നോക്കണ്ട, 7-ൽ 7 ഇടത്താണ്. അവിടെയാണ് തുടർച്ചയായ വിജയങ്ങൾ UDF-നുണ്ടാകുമോ എന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നത്, പ്രതീക്ഷ അവർ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ വിജയരാഘവനിലൂടെയും മന്ത്രി K രാധാകൃഷ്ണനിലൂടെയും ഈ 2 മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് LDF-ന്റെ പ്രതീക്ഷ.